അതിരൂക്ഷമായ രാഷ്ട്രീയ വേട്ടയാടലിൽപ്പെട്ട് ജീവിതം ആടിയുലഞ്ഞ രാഹുൽ മാങ്കൂട്ടമായിരുന്നു കുറച്ചാഴ്ചകളായി കേരളത്തിൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ വളരെ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നലെ പ്രതികരിക്കുകയുണ്ടായി. വലിയ ഗൂഢാലോചനയാണ് മാങ്കൂട്ടത്തിനെതിരെ നടന്നത്, ശരിക്കും അതൊരു വേട്ടയാടലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മി കൊത്താനുണ്ടോ അമ്മി എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരുണ്ടോ പരാതിക്കാർ എന്ന് ചോദിച്ച് നടക്കുന്നത് എന്നും MM ഹസൻ സൂചിപ്പിച്ചു. ആരും പരാതി പറയാത്ത ഒരു വിഷയത്തിൽ, ആരും കേസ് കൊടുക്കാത്ത കാര്യത്തിൽ അന്വേഷണവുമായി ഇറങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഏറെ തിളങ്ങി വന്നിരുന്ന യുവത്വത്തിൻ്റെ ഊർജത്തോടെ കോൺഗ്രസിൻ്റെ മുഖമായി, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായും പാലക്കാടിൻ്റെ MLA ആയും സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ നായകനായും നിറഞ്ഞു നിന്ന ഒരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വേട്ടയാടി വളഞ്ഞിട്ട് പിടിച്ച് അധമനെന്ന് ആക്രോശിച്ച് കൂകിയാർത്ത് ആക്രമിക്കുകയായിരുന്നു. ഗർഭകഥയും ഗർഭചിത്രകഥയും തുടങ്ങി ഒരു യുവാവിനെ തകർക്കാൻ കഴിയുന്ന സ്ത്രീ വിഷയങ്ങളിലെ ഏറ്റവും ജുഗുത്സാവഹമായ കഥകളും അതിഹീനമായ കഥകളും പടച്ചുണ്ടാക്കി സോഷ്യൽ മീഡിയ പാണന്മാർക്ക് കാശ് കൊടുത്ത് നടത്തിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ തകിടം മറിയുന്നത്. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലാണ് കൊട്ടേഷൻ എടുത്ത് ശബ്ദരേഖ പുറത്ത് വിട്ടുകൊണ്ട് അന്തിച്ചർച്ച സംഘടിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇന്ന് ആ ചാനലിൽ ഇല്ലെങ്കിലും തുടക്കകാലത്ത് ചാനലിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഒരു പ്രമുഖ മീഡിയ പേഴ്സണാണ് ഇന്ന് ഇടത് MLA സ്ഥാനം സ്വപ്നം കണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറിയ ആ മാധ്യമ മുഖമുള്ള പ്രമുഖൻ അടക്കമുള്ള ഒരു വൻ നിരയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം. ഇടത് അച്ചാരമായി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റിന് പകരം മാങ്കൂട്ടത്തിൻ്റെ ലൈഫ് തകർത്ത് തരണമെന്ന നിബന്ധന പക്ഷേ പാതി വഴിക്ക് വെച്ച് തകർന്നതിൻ്റെ നിരാശ പ്രമുഖ ചാനലിനും പഴയ മാധ്യമ പ്രവർത്തകനും വിട്ടുമാറുന്നില്ല. എങ്കിലും ഇതൊക്കെ ചെറുമീനാണ്. വലിയ തിമിംഗലം പുറത്തു വരാനുണ്ട് എന്നാണ് മാങ്കൂട്ട വൃത്തങ്ങൾ പറയുന്നത്. അത് ഒരു വലിയ ബോംബാണെന്നും അവർ സൂചിപ്പിക്കുന്നു. സമാനതകളില്ലാത്ത വിധമുള്ള വേട്ടയാടൽ, അതും ഏറ്റവും ഹീനമായ രീതിയിൽ അപമാനിച്ചും നടത്തിയ വേട്ടനായ്ക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ രാഹുൽ മാങ്കൂട്ടം പ്രാപ്തനായിരുന്നു. കാരണം ആ മനുഷ്യൻ്റെ പേരിൽ ഉയർന്നു വന്ന കഥകളിലെ പിന്നാമ്പുറം അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. ആരും കേസ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് സ്വയം കേസെടുക്കുകയായിരുന്നു. കൃത്യമായും നിയമപരമായി ഈ കേസ് നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും CPM മേലാളന്മാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഈ കേസെടുത്തത്. ഇപ്പോൾ പക്ഷേ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയായി അവർക്ക്. ഇപ്പോഴിതാ ബാഹ്യശക്തികളുടെ പ്രേരണ മൂലം ആരോപണമുന്നയിച്ച ട്രാൻസ്ജെൻഡർ അടക്കം മൊഴി കൊടുക്കാൻ തയ്യാറില്ല എന്നും പുറത്തു വന്ന മഹിളാമണികൾ നിയമ നടപടികൾക്കില്ല എന്നും പറഞ്ഞ് വെളിയിൽ വന്നിരിക്കുകയാണ്. അതിനർത്ഥം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾക്ക് യാതൊരുവിധ കഴമ്പും ഇല്ല എന്നും ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇത് എന്നും അല്ലേ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും. പക്ഷേ പടച്ചുണ്ടാക്കിയ അപവാദ കഥകളിൽ കഴമ്പ് എത്രമാത്രം ഉണ്ടെന്ന് കൃത്യമായ അന്വേഷണം നടത്തി വേണം പ്രതിസ്ഥാനത്ത് നിർത്തി ക്രൂശിക്കാൻ. അനധികൃതമായി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ആശുപത്രികൾ തേടി അന്വേഷണ സംഘം നടന്നുവെങ്കിലും അതും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ. ആദ്യം മുതലേ ഷാഫി പറമ്പിൽ MP ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്നു. ഒരു രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല, ഷാഫി പറമ്പിലിനെയും ലക്ഷ്യമിട്ടായിരുന്നു CPM BJP കരുക്കൾ നീക്കിയത്. ഇക്കാര്യത്തിൽ ശക്തമായ തീരുമാനത്തിൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്ന ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞ DYFIക്കാർക്ക് മുന്നിലേക്ക് നെഞ്ച് വിരിച്ച് തലയുയർത്തിച്ചെന്ന് നേരിട്ടതോടെ
പതറിപ്പോയ ഡിവൈഎഫ്ഐക്കാർക്ക് പിന്നെ നേരിട്ട് ചൊറിയാൻ ധൈര്യം വന്നിട്ടില്ല. അതോടെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെയും സ്ഫോടനാത്മക സംഭവമായി സ്ഥിരം അന്ത്യചർച്ച സംഘടിപ്പിച്ച പ്രമുഖ ചാനലും അടക്കം മിണ്ടാട്ടം ഇല്ലാതെ മൂലക്കിരിക്കുന്ന അവസ്ഥയിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ ശാപം പേറ്റി വീട്ടിലിരുത്താൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ഓർത്തില്ല ബീഡിപ്പടക്കവും ഓലപ്പടക്കവും പൊട്ടിച്ച് കളിച്ച് കളി പഠിച്ച ലാഘവത്വം പോരാ ഇതിന് എന്ന്. ഈ ഗർഭകഥകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകി ചാനൽ മേധാവി എന്തോ മുൻ വൈരാഗ്യത്തോടെ വെല്ലുവിളി നടത്തിയതിന് പിന്നാലെ അവർ തന്നെ പുറത്തുവിട്ട ശബ്ദ സന്ദേശങ്ങളിലുള്ള ആധികാരികത തെളിയിക്കാൻ കഴിയാതെ ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു കൊടുങ്കാറ്റായി അഗ്നിശുക്തി വരുത്തി പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷത്തിനായി അവിടുത്തെ ജനം കാത്തിരിക്കുകയാണ്. അത് സംഭവിക്കുന്നതോടെ അപവാദങ്ങളുടെ ശരപഞ്ചരത്തിൽ രാഹുലിനെ കിടത്താമെന്ന് സ്വപ്നം കണ്ടവരുടെ ചെവിട്ടത്തേൽക്കുന്ന പ്രഹരമായിരിക്കും അത്. എല്ലാ പ്രതിബന്ധങ്ങളെയും അപവാദങ്ങളെയും നിഷ്പ്രഭമാക്കി ഒരു ഫീനിക്സ് പക്ഷിയായി വാനവിധാനത്തിൽ ഉയർന്നു പറക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടം. എങ്കിലും ഈ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണ് എന്നാണ് ജനം കാത്തിരിക്കുന്നത്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ ചിലപ്പോൾ അവരെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.